കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഉദയഗിരി മൂക്കൻതോട്ടംപടി പനമൂട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. 4 പതിറ്റാണ്ടായി പ്രദേശവാസികൾ ഗതാഗതയോഗ്യമല്ലാത്ത വഴിയാണ് ഉപയോഗിച്ചിരുന്നത്. നിരവധി നിയമപ്രശ്നങ്ങൾ നേരിട്ട ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഷേർലി ജോസഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിന്റെ ദിശ മാറ്റിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷമാണ് ഉദയഗിരി മൂക്കൻതോട്ടംപടി പനമൂട് റോഡിന്റെ കോൺക്രീറ്റിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തൊഴിലുറപ്പ് ഫണ്ട് കൂടാതെ 1 ലക്ഷം രൂപയോളം ഗുണഭോക്താക്കളും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസും ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫും സംഭാവന നൽകി പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷെർലി ജോസഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1998 ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തെങ്കിലും സ്വതന്ത്രമായ ഒരു സഞ്ചാരം ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉദയഗിരി ടൗണുമായിട്ടില്ലായിരുന്നു. അത് കാലാകാലങ്ങളിൽ വന്നിരുന്ന ജനപ്രതിനിധികളൊക്കെ അവരുടെ കഴിവും ശേഷിയും ഒക്കെ നോക്കിയെങ്കിലും ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 2020 ഞാനിവിടെ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ ഒന്നായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും, എനിക്ക് ഒരു വീട് പോലും ഇല്ലാതെ എല്ലാ പിന്തുണയും നൽകിയിരുന്നു. വാർഡ് വികസന സമിതി കൺവീനർ അനീഷ് കുമാർ MK അധ്യക്ഷനായിരുന്നു. ഉദയഗിരി സഹകരണ ബാങ്ക് മെമ്പർ ബിനോയ് വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം MJ ജോൺ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പമേറ്റ പ്രിയ സന്തോഷ്, ADS സെക്രട്ടറി സ്മിത ബിനോയി, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ടോമി മൂക്കൻതോട്ടം, ഷാജി മാറനാട്ട തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.